പടം മേക്കിംഗ് കുഴപ്പമില്ല, പക്ഷേ പടത്തിന്റെ ക്ലൈമാക്സും പിന്നെ സ്ക്രിപ്റ്റൊന്നും അത്ര സുഖമായി തോന്നില്ല. കിടിലം പടം എന്ന് പറഞ്ഞാൽ കിടിലം പടം. ഓണം ബമ്പർ രാവിലെ 9 മണിക്ക് എണീച്ച് വന്നിട്ട് ഇത് പ്രതീക്ഷിച്ചില്ല. മിക്സഡ് റിവ്യൂ വന്നാലും ടോവിനോ പെർഫോമൻസിനെ കുറിച്ച് ആദ്യം നെഗറ്റീവ് പറയാൻ പോകുന്നില്ല. എല്ലാം അടിപൊളിയായിട്ട് 100% സാറ്റിസ്ഫൈഡ്. ബേസിലൊരു ശിഷ്യനാണല്ലോ പടം എടുത്തിരിക്കുന്നത് ജിതിൻ ലാൽ. അപ്പോൾ ആ ഒരു ക്വാളിറ്റി എന്തായാലും പടത്തിൽ കാണിച്ചിട്ടുണ്ട്. ഈ രണ്ടാം പാർട്ടിലോട്ടുള്ള ഒരു ക്ലീഷ് ചെയ്തുണ്ടല്ലോ അതില്ല. അദ്ദേഹത്തിന് ഒരു എഫേർട്ട് ഉണ്ട് ടോവിനോട്. കളർ ഗ്രേഡിങ് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഓഫ് ആയിരുന്നു, അല്ല ബാക്കിയൊന്നും പറയാം. ബാഹുബലി ലെവലിലുള്ള മലയാളത്തിൽ ടോവിനോയുടെ ഒരു കരിയർ ഇതിന് ശേഷം മാറാൻ സാധ്യതയുള്ള ഒരു പടം. നന്നായിട്ടുണ്ട്. ഓരോന്നിനും ഓരോ തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട്, കണ്ടിരിക്കാൻ പറ്റിയ. പിന്നെ വേറെ കാര്യം എടുത്തു പറയാനുള്ളത്, പിന്നീട് ഇത് അത്ര വർക്കായില്ല കേട്ടോ. ഇല്ല, പടം മേക്കിംഗ് കുഴപ്പമില്ല, പക്ഷേ പടത്തിന്റെ ക്ലൈമാക്സും പിന്നെ സ്ക്രിപ്റ്റൊന്നും അത്ര സുഖമായി തോന്നില്ല. സൂപ്പർ പടം, അടിപൊളി പടം, നല്ല 3D എഫക്റ്റ് ഒക്കെ അടിപൊളിയാണ്. അടിപൊളി, സൂപ്പർ പടം, ഇതുവരെ കാണാത്ത പടം, അടിപൊളി. പിന്നെ അതിന് മേലെ അടിപൊളിയായിരുന്നു, കിടിലം മൂവി, നല്ല പടം, തിയേറ്റർ വാച്ച് പടം, കൊള്ളാം, ലാഗില്ലാതെ ഫുള്ളായിട്ട് കാണാം. അടിപൊളി സൂപ്പർ എക്സ്ട്രാ ഓർഡിനറി മേക്കിംഗ്, എല്ലാം അടിപൊളിയായിട്ട് 100% സാറ്റിസ്ഫൈഡ്. കൊള്ളാം, നല്ല പടം. വളരെ ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല, കൊള്ളായിരുന്നു. ഇത് കൊള്ളാം. തിയേറ്റർ മസ്റ്റ് വെച്ചാൽ നല്ല അടിപൊളി വിശേഷം. നല്ല പടം, കൊള്ളായിരുന്നു. നല്ല പടമാണ്, കാണാം. നൈസ് പടം, കൊള്ളാം. അടിപൊളി പടമാണ്, നല്ല പടം. കൊള്ളായിരുന്നു. കൊള്ളാം, അടിപൊളി, നല്ല വർക്കായി. ബാഹുബലി ലെവലിലുള്ള മലയാളത്തിൽ കൊള്ളാം. നൈസ് പടമായിരുന്നു, അടിപൊളിയായിരുന്നു. കൊള്ളായിരുന്നു, നല്ല പടമാണ്, നൈസായിരുന്നു, ഇഷ്ടപ്പെട്ടു. നല്ല പടമാണ്. നന്നായിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. ടോവിനോയുടെ ഒരു എന്താ പറയുക, ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മൂവി ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. നല്ല പടം എന്ന് വെച്ചാൽ ടോവിനോയുടെ ഒരു കരിയർ ഇതിന് ശേഷം മാറാൻ സാധ്യതയുള്ള ഒരു പടം. നന്നായിട്ടുണ്ട്. കൊള്ളാം ചേട്ടാ, നല്ല പടമാണ്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മേക്കിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു, മസ്റ്റ് വാച്ച് ആണ്. നല്ല പടമാണ്, കിട്ടില്ല പടം, പോയി കണ്ടേ കിട്ടില്ല പടം. നല്ല പടം, നല്ല പടം. ഓണത്തിന് ഇറങ്ങിയ ഒരു കിടിലം പടം, പ്രതീക്ഷിച്ചാൽ അപ്പുറം കിടിലം പടം, ഒരു രക്ഷയില്ല. 3D തന്നെ കാണണം, വിഷ്വൽ എഫക്റ്റ് ഒക്കെ കിടിലം. ടോവിനോ അഭിനയിച്ച് തകർത്തു. എന്ന് വെച്ചാൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത കുറേ സ്റ്റോറീസും നമ്മൾ പണ്ട് കേട്ടിട്ട് പോയ കുറേ സ്റ്റോറീസും എന്ത് പറയാം, കണ്ടിട്ടില്ലാത്തൊരു സ്റ്റോറി. നല്ല പടം, ഒരു രക്ഷയില്ല ബ്രോ. കിടിലം പടം എന്ന് പറഞ്ഞാൽ കിടിലം പടം. ഓണം ബമ്പർ എൻ്റെ മോനെ, ഒരു രക്ഷയില്ല. ടോവിനോ എന്ന് പറഞ്ഞാൽ പല ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതുവരെ കാണാത്ത ക്യാരക്ടറായിട്ട് ടോവിനോ അഭിനയിച്ചിട്ടുണ്ട് അതിനകത്ത്. കിടിലം പടം എന്ന് പറഞ്ഞാൽ രാവിലെ 9 മണിക്ക് എണീച്ച് വന്നിട്ട് ഇത് പ്രതീക്ഷിച്ചില്ല. നല്ല പടം എന്ന് വെച്ചാൽ പ്രതീക്ഷിച്ചതിലെ അപ്പുറം. നല്ലൊരു പടം തന്നെയാണ്, നല്ല മേക്കിംഗ് ആണ്, വിഷ്വൽസ് എല്ലാം സൂപ്പറാണ്, 3Dക്ക് പറ്റിയൊരു പടമാണ്. ഒരുപാട് മാസ് പ്രതീക്ഷിച്ചിട്ടുണ്ട്, പക്ഷേ നല്ലൊരു പടം, നല്ല ക്വാളിറ്റിയാണ്. പിന്നെ വേറെ കാര്യം എടുത്തു പറയാനുള്ളത്, പിന്നീട് ഇത് പഴയ ക്ലാസ് പടം കൾട്ട് പടം എന്ന് പറഞ്ഞാൽ കാണാതിരിക്കരുത്, കാണണമെങ്കിൽ ഇപ്പോൾ ഒന്ന് കാണാൻ പറ്റിയൊരു പടം. കരിയർ ബെസ്റ്റ് സൂപ്പറായിട്ടുണ്ട്, ഓക്കെയാണ്. ബാക്ക്ഗ്രൗണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മൾ സ്ക്രീനിന് കണ്ണടിക്കില്ല, അത്രയും നല്ല ഫിലിമോ, അടിപൊളിയായിരുന്നു. നല്ല സിനിമ ബ്രോ, നല്ല സിനിമ. ഇല്ല ഉറക്കൊന്നുമില്ല, നല്ല വർക്കാവും. അത് ഓണത്തിന് ബെസ്റ്റ് പടം അത്. ആ വർക്കായി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല 3D കളർ ഗ്രേഡിങ് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഓഫ് ആയിരുന്നു, അല്ല ബാക്കിയൊന്നും പറയാനില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. നൈസ് സിനിമയായിരുന്നു. ഇപ്പോൾ എന്താ മലയാളത്തിൽ നല്ലൊരു 3D എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. അതുപോലെ തന്നെ ടോവിനോയുടെ മണിയൻ എന്ന് പറയുന്ന ക്യാരക്ടർ, അതിൻ്റെ മേക്കിംഗ് അടിപൊളിയായിരുന്നു. നല്ല പടമാണ്. ഇപ്പം ബേസിലൊരു ശിഷ്യനാണല്ലോ പടം എടുത്തിരിക്കുന്നത് ജിതിൻ ലാൽ. അപ്പോൾ ആ ഒരു ക്വാളിറ്റി എന്തായാലും പടത്തിൽ കാണിച്ചിട്ടുണ്ട്. ഇപ്പം തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. നല്ല ക്വാളിറ്റി പടമാണ്, നല്ല പണി എടുത്തിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. നല്ല ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട് പടത്തിന്. ഇല്ല നല്ല പടമാണ്, നല്ല മൂവിയായിരുന്നു, നല്ല ആക്ഷനുണ്ട്, വിഷ്വൽ ട്രീറ്റ് ആണ്. പിന്നെ ടോവിനോയുടെ 3 ക്യാരക്ടറും അടിപൊളി ചെയ്തിട്ടുണ്ട്. 3D അടിപൊളിയാണ്. പിന്നെ എടുത്തു പറയേണ്ടത് ആക്ഷനാണ്, സ്റ്റോറിയും നല്ല സ്റ്റോറിയാണ്. പിന്നെ ഈ രണ്ടാം പാർട്ടിലോട്ടുള്ള ഒരു ക്ലീഷ് ചെയ്തുണ്ടല്ലോ അതില്ല, അത് തന്നെ ഒരു നല്ല പോസിറ്റീവാണ്. സ്റ്റോറി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ടോവിനോയുടെ ഒരു നല്ല പെർഫോമൻസ്. പിന്നെ ഓണത്തിന് എല്ലാവർക്കും വന്ന് കാണാം. നന്നായിട്ടുണ്ടായിരുന്നു പടം, നന്നായിട്ടുണ്ട്, ഓവറോൾ നന്നായിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു എഫേർട്ട് ഉണ്ട് ടോവിനോട്. മേക്കിംഗ് ആണ് നല്ലതായിരുന്നു. മണീനാണ് മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത്. പിന്നെ കുഞ്ഞിക്കയുടെ ചെറിയ ക്യാരക്ടറാണ്. കൊള്ളാം ബ്രോ, സൂപ്പർ. 3D നല്ല ഇതാണ്, വിഷ്വൽ എഫക്റ്റ് ഉണ്ട്, അത്യാവശ്യം നല്ല ഇതായിരുന്നു. മേക്കിംഗ് എല്ലാം സൂപ്പറായിരുന്നു, ടൈം പാസ്സാണ്. കണ്ടിരിക്കേണ്ട രീതിയിലുള്ള പടമാണിത്. പിന്നെ പെർഫോമൻസും ബീജമാണ് മെയിൻ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. ആദ്യം മലയാളത്തിൽ ഇങ്ങനത്തെ 3D പടം ഇതിനു മുമ്പ് ഇറക്കിയിട്ടില്ല. 3D എഫക്ട്സ് ഒക്കെ നൈസായിരുന്നു, VFX CGI ഒക്കെ പക്ക ടോപ്പ് ലെവലായിട്ട് വരുന്നു. ഒരു ഡെബ്യൂ ഡയറക്ടറിൻ്റെ ഒരു പടമാണെന്ന് തോന്നിപ്പിക്കാത്ത ഇത് എടുത്തിട്ടുണ്ട്. പിന്നെ ആകെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫ് നല്ലോണം വലിച്ചിഴച്ചിട്ടുണ്ട്, അത് ആവശ്യമില്ലാത്ത തോന്നി. കുറച്ചും കൂടി ഒന്ന് കട്ട് ചെയ്തിരുന്നെങ്കിൽ പടം ഇനിയൊരു ലെവലിലോട്ട് പോയേനെ. പിന്നെ കാന്താര ഹിറ്റായ സ്ഥിതിക്ക് ഇത് ഹിറ്റാവേണ്ടതാണ്. അറിയത്തില്ല ബാക്കി ആൾക്കാർക്ക് എങ്ങനെയാണ്, അറിയത്തില്ല, ഇഷ്ടപ്പെടില്ല. മൂന്നാമത്തെ അത് ടോവിനോ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. 3 പേർക്കും ഒരു ബോഡി ലാംഗ്വേജും ആ ഒരു സൗണ്ട് മോഡുലേഷനും ടോവിനോയ്ക്ക്
ലൈക്ക് പടം മിക്സഡ് റിവ്യൂ വന്നാലും ടോവിനോ പെർഫോമൻസിനെ കുറിച്ച് ആദ്യം നെഗറ്റീവ് പറയാൻ പോകുന്നില്ല. നൈസായിട്ടുള്ള പടം, നല്ല പടമായിരുന്നു. എന്താ പറയുക, ടൊവിനോ തോമസിൻ്റെ വേറൊരു വിഷ്വൽ ട്രീറ്റ് ആയിട്ടാണ് തോന്നിയത്. എന്താ പറയുക, ട്രെയിലറിൽ നിന്ന് എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ മൂവി ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. വേറെ ലാഗോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്തില്ല. നല്ല സിനിമ, തിയേറ്ററിൽ വന്ന് മസ്റ്റ് വാച്ച് സിനിമയാണ്. നല്ലതായിരുന്നു. ഓരോന്നിനും ഓരോ തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കണ്ടിരിക്കാൻ പറ്റിയ പടം കൊള്ളായിരുന്നു, നൈസായിരുന്നു. 3D തന്നെ ഈ പടം കാണണം മാക്സിമം, ബിക്കോസ് ഇത് നല്ല ഇതുണ്ട്, നല്ലതായിട്ട് പണിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് സ്റ്റോറി പ്രഡിക്റ്റബിൾ ഒന്നും അല്ല, കുറേ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പടത്തിനകത്ത്.